പങ്കജാക്ഷനൊരു ദിനം പങ്കജാക്ഷി രുക്മിണിയെ സരസമായി വിളിച്ചുടനരുളി ചെയ്തു. അമ്മ ജോലിക്ക് പോണെന്ന്. അമ്മ അമ്മ എന്താ ജോലി? എന്തോന്നൊക്കെയാ ജോലിക്ക് പോവാണെന്ന് പറയണ കേട്ട്. അതെന്താ ഇപ്പൊ ഒരു ജോലിക്ക് പോക്ക്? അത് അമ്മ ഋഷികേശ് അപ്പൂപ്പന് കൊടുക്കാൻ വേണ്ടി പൈസ ചോദിച്ചു. പക്ഷെ അച്ഛൻ കൊടുത്തില്ല. അവന്റെ ഇല്ലായിരിക്കും പൈസ. അതൊന്നുമല്ല മുത്തശ്ശി, സ്വർണം വിറ്റിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ സ്വർണം മുഴുവൻ ഊരി വെച്ചു. അവക്കൊരു ആങ്ങളല്ലേ, പൈസ അവനോട് ചോദിച്ചൂടെ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ അമ്മ ഏതോ പലിശക്കാരടുത്തുനിന്ന് പൈസ ചോദിച്ചെന്നോ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ജോലിക്ക് പോണെന്നോ എന്നൊക്കെ പറയണ കേട്ട്. എന്തോ ജോലി ചേച്ചി? അറിയില്ലടാ, അവിടെ എന്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി അമ്മ എന്നും ജോലിക്ക് പോവോ? ജോലിക്ക് അതിനും ജോലി കിട്ടിയാലല്ലേ. ജോലിയൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടുമെന്ന് അമ്മ പറയണത്. പിന്നെ ഇപ്പൊ മുഴുവൻ വർക്ക് ഫ്രം ഹോം ആണല്ലോ, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ജോലി. അങ്ങനെ എന്നാ പിന്നെ സുമേഷിനെ ചെയ്തൂടെ? ചിറ്റപ്പൻ ചെയ്താ ചിറ്റപ്പനും കുറച്ചിലാണെന്ന് മുത്തശ്ശി. വീട്ടിൽ ഇരിക്കണമെങ്കിൽ ചുമ്മാ ഇരിക്കണം. അങ്ങനെ ഇനി ആ ചെറുക്കനെ എന്ത് ചെയ്യാനാ എനിക്കറിഞ്ഞൂടാ. സരസലോചനെ ബാലേ രുക്മിണി നീ വരികേളു ചൂതിനായിട്ടിരുന്നാലും വൈകരുതൊട്ടും. ചേട്ടത്തി എന്താ പൈസയുടെ കാര്യം? ഒന്നും ആയില്ലടാ, ഞാൻ പലിശക്ക് എടുക്കാന്നാ വിചാരിക്കുന്നത്. നിനക്കറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ എന്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇന്നലെ സ്വർണ്ണം മുതലും ചോദിച്ചതോ? അത് ഉത്തോണ്ണോടല്ലേ. എനിക്ക് പക്ഷെ ഇപ്പോഴും അച്ഛനെ സഹായിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്കത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമം വരൂലേ? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേട്ടത്തി ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാ ചേട്ടത്തിയുടെ ഊരി അടിച്ച സ്വർണ്ണം മുതലും സുമേഷ് അടിച്ചോണ്ട് വരും. അതൊന്നും വേണ്ട, വെറുതെ പണിയോ. പലിശക്കെടുക്കൽ തന്നെ നടക്കുള്ളൂടാ. അല്ല, ഈ പലിശക്കെടുത്ത് എങ്ങനെ തിരിച്ചടയ്ക്കും? ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് അടയ്ക്കും. എന്റെ പൊന്ന് ചേട്ടത്തി, അതൊക്കെ ഭയങ്കര പണിയാ. രാവിലെ എണീച്ച് കുളിക്കൊക്കെ വേണം. അല്ല, ഞാൻ രാവിലെ എണീറ്റ് കുളിക്കും. എന്നാ പിന്നെ കുഴപ്പമില്ല. ചേട്ടത്തി ധൈര്യമായിട്ട് വെക്കുക, ഈ സുമേഷ് ഉണ്ട് കൂടെ. നീ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ. പിന്നെ അല്ലാതെ ചേട്ടത്തി ഈ സിനിമയിലെ കേട്ടിട്ടില്ലേ, അമ്മയേക്കാൾ സ്നേഹം കൂടുന്നത് അങ്ങനെ എന്താണ്ട് എന്ത് ഞാൻ പറയാനോ, അമ്മയേക്കാൾ സ്നേഹമാണ് ചേട്ടത്തിക്ക് എന്താണ് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടത്തി അമ്മയോട്. ചേട്ടത്തി അമ്മയോട്. അല്ല ചേട്ടത്തി, എനിക്കൊരു ഡൗട്ട്, ജോലി കിട്ടൂ? അതാ ഇപ്പൊ എന്റെയും പ്രശ്നം. ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റി ഒന്നും കാണുന്നില്ലടാ അതിനകത്ത്. എന്റെ ചേട്ടത്തി വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പറഞ്ഞു വിട്ടോണ്ടിരിക്കുക. പിന്നെ ഒരു തേങ്ങ എറിയാത്ത 3 പിള്ളേരെ തള്ള ജോലിക്ക് വേണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. എന്തുവാടാ സുമേഷേ? പിന്നെ അല്ലാതെ ഈ എന്റെ ചേട്ടത്തി ഈ പുല്ല് എത്താൻ വരെ 3 റൗണ്ട് ഇന്റർവ്യൂ ഡിബേറ്റിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാരെ എടുക്കുന്നത്. എനിക്ക് പുല്ല് എത്താനൊന്നും അറിയത്തില്ലല്ലോ. ഇതാണ് പ്രശ്നം. ചേട്ടത്തി പേടിക്കണ്ട, ഞാൻ എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പലിശക്ക് പൈസ കിട്ടുന്നവരെല്ലാം ഉണ്ടോ നോക്കാം. വേണ്ട, അത് ഞാൻ അറേഞ്ച് ചെയ്തു. ആരെ? ബ്ലേഡ് ബേബി. എന്റെ പൊന്നു ചേട്ടത്തി, അങ്ങനെ ഒരു മുതു സൈക്കോയ അങ്ങനെ ഭയങ്കര പ്രശ്നോ? പിന്നെ അങ്ങനെ ദൂരെ നിന്ന് ബ്ലേഡ് ഒക്കെ എറിഞ്ഞ് കൊള്ളിച്ചു കളയും. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാ. ഞാനാണെങ്കിൽ നാളെ ചെന്ന് മേടിക്കാന്നും പറഞ്ഞു പൈസ. ചെന്ന് മേടിച്ചോ, കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചു കൂട്ടിക്കോ. എടാ, മാസം അടച്ചാ പോരെ? എന്റെ ചേട്ടത്തിക്ക് മാസം അടയ്ക്കാൻ പറ്റില്ലെങ്കിലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ചെയ്യാൻ പറ്റുന്ന മോളിരിക്കുന്നതിന് മാത്രമേ വല്ലതും ചെയ്യാൻ പറ്റൂ. പേടിപ്പിക്കാതെ ചേർക്കാ. ഞാൻ പേടിപ്പിച്ചൊന്നുമല്ല, ഞാൻ കാര്യം തന്നെ പറഞ്ഞേ. കിട്ടുന്നത് വാങ്ങിച്ചു കൂട്ടിക്കോ. ബ്ലേഡ് ആണ് മോളെ, എറിഞ്ഞ് മാന്തി കളയും. ഓറ് കിട്ടോ എന്തോ. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന ഒന്നോടെ നിന്നെ. എന്താണ് നീ എന്റെ അച്ഛനെ വിളിച്ചോ? നീ എന്റെ അച്ഛനെ ഫോൺ ചെയ്തായിരുന്നോന്ന്? വിളിച്ചായിരുന്നു. എന്തിന്? അതെന്ത് ചോദ്യായത്? നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ മച്ചാനും ആയതല്ലേ, എന്നിട്ട് പിന്നെ വിളിച്ചോന്നൊക്കെ ചോദിക്കുന്നത്? അതിന് കഴിഞ്ഞ ഈ 10-15 വർഷം നിനക്ക് ഈ ബന്ധമൊന്നും പുതുക്കണ്ടായിരുന്നോ? അത് ഞാൻ ഇപ്പൊ അങ്കിളിനെ പറ്റി കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ബന്ധം പുതുക്കണമെന്ന് തോന്നി. അങ്ങനെ വിളിച്ചാ. എങ്ങനെ പറ്റുന്നു നിങ്ങക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ? അല്ല, പെങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എന്നിട്ട് വിവരം വല്ലതും കിട്ടിയോ? പെങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിട്ടേ ആരെടുത്ത് വിളിപ്പിച്ചു? അതൊന്നുമില്ല ചേട്ടാ, ഞാൻ ആ ഋഷികേശ് അങ്കിളിനെ ഒന്ന് വിളിച്ചായിരുന്നു. അത്രേ ഉള്ളൂ, ഞാൻ വിളിച്ചു, അത്രേ ഉള്ളൂ. എന്തുവാ ഒന്നും അറിഞ്ഞൂടെ ഒരു പാവം. എനിക്കറിയാം അച്ഛന് പൈസക്ക് ശരിക്കും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്താ ആവശ്യം, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടില്ല ഇവളെ കൊണ്ട് വിളിപ്പിച്ചേ. ഇതെന്തൊരു പാട്, ഇതൊന്നും ഞാൻ അറിഞ്ഞ കേസല്ല. എന്തോ നീ എന്തിനാടി എന്റെ അച്ഛനെ ബ്രോന്ന് വിളിച്ചേ? അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി നീ എന്തിനാണ് വിളിച്ചെന്ന് പറ. ഞാൻ വടിയെടുത്ത അടിയായിരുന്നു. ഇല്ല ചേട്ടനാണ് സത്യം. ഞാൻ ചുമ്മാ ബന്ധം പുതുക്കാൻ വേണ്ടി വിളിച്ചതാ ചേട്ടാ. ബന്ധം പുതുക്കാൻ ആര് പറഞ്ഞു?